ലിസൺ അപ്പ്. അതായത് നമ്മൾ പറ്റുന്ന സമയത്തെല്ലാം ഇടക്കിടക്ക് ഓരോ ഗുഡ് കോസിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യലുണ്ട്. പക്ഷേ ഇന്നത്തത് അതുപോലുള്ളൊരു സാധാരണ കാര്യമില്ല. ഇതൊരു വലിയൊരു മിഷനാണ്. ഓക്കെ, ഇതൊരു വലിയ ക്യാമ്പയിനായിട്ട് നിങ്ങൾ കാണണം. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ, ഇപ്പം കുറേ ആൾക്കാർ വരലുണ്ട്, ഇങ്ങനെ രോഗികളും കൂടുതലും ക്യാൻസർ പേഷ്യൻസ് എല്ലാം അധികം ആൾക്കാർ നമ്മളെ അടുത്തേക്ക് വരലുണ്ട് ഹെൽപ്പ് ചോദിച്ചിട്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ ഹെൽപ്പിനും അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വലിയ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അങ്ങനെ വലിയ ഇതൊന്നും നമുക്ക് പറ്റുന്ന ചെയ്ത് കൊടുക്കും. പക്ഷെ അത്ര വലിയ ഇതൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കലില്ല. പക്ഷെ സ്റ്റിൽ നമുക്ക് പറ്റുന്ന നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരാൾ ഇവിടെ വന്നിട്ട് എൻ്റെ അമ്മക്ക് ക്യാൻസറാണ്, മരുന്ന് വാങ്ങാൻ പൈസ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു 100 ഇരട്ടി ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവും? അതായത് ഒരു മൊത്തം സൊസൈറ്റി, ഒരു ബിഗ് നമ്പറിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ക്യാൻസർ പേഷ്യൻസിന് അതിൻ്റെ ഫുൾ കാര്യങ്ങൾ അതിൻ്റെ ടീം ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഗൈസ്, ഈ DKMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ക്യാൻസറിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവരുമായിട്ട് നമ്മൾ ഇന്ന് കൈകോർത്തിട്ട് ഇതിൻ്റെ ഒരു സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ മൊത്തം അവരിപ്പം എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഹെഡ്സപ്പ് തരുന്നതാണ്. കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ സ്റ്റെം സെൽ എന്ന് പറഞ്ഞൊരു സാധനം ബ്ലഡ് ഡൊണേഷനിലൂടെ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ഒരു മിനിറ്റ്, ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, അത് ലാസ്റ്റ് കൊടുക്കാം. ആദ്യം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, സ്പിന്ന് എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്യില്ല. ഇത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഒരു 10 മിനിറ്റ് എനിക്ക് ആ 10 മിനിറ്റിൽ ഞാൻ ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം DKMS ഓർഗനൈസേഷനിലെ കുറച്ച് ആൾക്കാർ, ഡോക്ടർ അടക്കം ഇതിൻ്റെ 3 പേര് വന്നിട്ടുണ്ട്. വാ, കമാ, പേര് പറ. ആണോ? ഒന്ന് മൈക്ക്. സൗരവ് ഈ DKMSൽ എന്ത് ചെയ്യുന്നു? ഞാൻ സോഷ്യൽ മീഡിയ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ആരാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്? ഡോക്ടറുണ്ട്. ഡോക്ടറിന്റെ പേര് സായി. ഇത് ഡോക്ടർ സായി. ഇതിനെക്കുറിച്ച് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച്. പിന്നെ ഉള്ളത് ഗ്രേസിന്റെ ഇത് DKMSൽ ഗ്രേസിന്റെ പോസ്റ്റ് ഓക്കെ, DKMSന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഗ്രേസ്. പിന്നെ സൗരവും ഡോക്ടർ സായിയും. അപ്പോൾ ഡോക്ടർ സായി സംസാരിച്ചു കൊടുക്കട്ടെ. അവിടെ ചെയർ കൊടുക്കും. അവിടെ ഇരുന്നു. എനിക്ക് കാരണം ഇവിടെ മൗസ് ഉപയോഗിക്കണം. ഓക്കെ ഗൈസ്, ഡോക്ടർ സായി വീട് എവിടെയാ? ട്രിവാൻഡ്രം. അങ്ങനെ വന്നു. സുഖമായിട്ടിരിക്കുന്നു? എന്ത് തോന്നുന്നു നമ്മളെ ലൈവിൽ വന്നിട്ട്? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ലൈവിൽ വെച്ച് നിങ്ങളൊരു ഫീലിംഗ് എന്താ? മീൻസ് ലൈവിന്റെ കാര്യത്തിലാണോ അതോ ഫസ്റ്റ് ടൈം ആണോ ക്യാമറ? അല്ല, ഈ സെറ്റപ്പ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇത്ര ഇങ്ങനെ അല്ല, ഗെയിം അല്ല, ഇവിടെ നമ്മള് ഗെയിം കളിക്കുന്നില്ല. അത് പണ്ടാ. അല്ല, ഞാൻ ചോദിക്കുന്നത് പൊതുവേ ക്യാമറയുടെ മുന്നിൽ ആദ്യമാണോ? ഫസ്റ്റ് ടൈം ആണ്. ഓ, അപ്പൊ ഇതിന്റെ കാര്യം ആയിക്കൊണ്ട് ഇനിഷ്യേറ്റീവ് എടുക്കാം, ഇറങ്ങാന്ന് വിചാരിച്ചു. അല്ല, ഗുഡ്. ഒരു ബിഗ് W ഫോർ ഡോക്ടർ സായി. അപ്പം ഇന്നത്തെ വിഷയം ഡോക്ടർ സായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മള് ഇപ്പോ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ക്യാൻസർ പേഷ്യൻസ്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ കൊച്ചു കുട്ടികളുടെ കേസിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വയസ്സ് 15 വയസ്സിനപ്പുറത്തേക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ്, ഒരു ശാശ്വതമായ പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കാര്യങ്ങളിൽ. അപ്പോൾ അത് സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറയും. പക്ഷെ നമ്മളിങ്ങനെ ഈ കേൾക്കുന്ന പോലെ അത്ര കോംപ്ലക്സിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭയങ്കര പ്രശ്നം അങ്ങനെ വലിയ സംഭവമൊന്നും അല്ല. ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം പറഞ്ഞു തരാം. നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അപ്പോൾ ഞാൻ DKMSൻ്റെ ഭാഗമാവുന്നത് 2019 ഞാൻ എൻ്റെ മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് 2019. അപ്പോൾ ആ ടൈമിൽ എൻ്റെ സീനിയേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തി. അപ്പോൾ ആ ക്യാമ്പയിനിലാണ് ഞാൻ ആദ്യമായിട്ട് എൻറോൾ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ എൻ്റെ ചീക്ക് സെൽ സ്വാബ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈ കോവിഡ് ടൈമിൽ നമ്മുടെ മൂക്കിലിട്ടൊരു സാധനം എടുത്തില്ലേ, അതേപോലെ തന്നെ നമ്മൾ വായിൽ കുറച്ചിങ്ങനെ ചീക്ക് സെൽ ഇവിടെ സൈഡിൽ കളക്ട് ചെയ്തിട്ട് നമ്മളത് കൊടുക്കും ഇവർക്ക്. എന്നിട്ട് ഒരു രോഗി, ആ രോഗിയുമായിട്ട് എനിക്കൊരു മാച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ
എന്നെ അവർ വിളിക്കും. അങ്ങനെയാണ് എൻറോൾ ചെയ്യാന്ന് പറയാം. അപ്പൊ ബേസിക്കലി നിങ്ങൾ DKMSന്റെ പാർട്ട് ആയിരുന്നില്ല, ഇതിന്റെ ഡൊണേഷന്റെ ഭാഗമായിട്ട് ഞാൻ ഡോണറായിരുന്നു. ഞാൻ DKMS ഇതിന്റെ നമ്മളിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന ക്യാമ്പയിനിൽ നിങ്ങൾ ഈ സംഭവം ഡൊണേറ്റ് ചെയ്യുമല്ലോ, അതേപോലെ ഡോണറായിട്ട് പോയതാണ് ഡോക്ടർ സായി. അപ്പം ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞ് ഇതിനെക്കുറിച്ച് പഠിച്ച് പിന്നെ ഇതിന്റെ പാർട്ടായി. DKMSന്റെ പാർട്ടാണ്? അല്ല, DKMSന്റെ പാർട്ടല്ല. പക്ഷെ ഞാനൊരു ഡോണർ ആയതുകൊണ്ട് തന്നെ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഫ്രണ്ടോട്ട് വരാൻ പറ്റുമല്ലോ, അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. അപ്പോൾ 2019 ഈ പറഞ്ഞ പോലെ ഞാനൊരു ക്യാമ്പയിനിൽ പാർട്ടായി. അപ്പോൾ ആ ക്യാമ്പയിനിലൂടെ എനിക്ക് മാച്ച് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇപ്പം നമ്മുടെ ജീൻ ലെവലിൽ നമ്മുടെ ഒരു ഫിംഗർ പ്രിന്റ് പോലെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് റെയറാണ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു കുട്ടിക്ക് ഒരു ബ്ലഡ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ആ കുട്ടിയുടെ ബ്ലഡ് മാറ്റി വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്ലഡ് മാറ്റി വെക്കുന്നതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഈ സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയും ഞാനും ജനറ്റിക്കലി ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കണം നമ്മൾ രണ്ടുപേരും. അത് നമ്മൾ സാധാരണ ഈ ബ്ലഡ് ഗ്രൂപ്പ് പോലെയല്ല. ബ്ലഡ് ഗ്രൂപ്പിൽ ഇപ്പോൾ A+, B+ എന്ന് പറയുന്ന പോലെയല്ല, കുറച്ചുകൂടി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള, അത്രയ്ക്ക് വേണമെങ്കിൽ ഒരു അമ്മയ്ക്ക് ഉണ്ടാവാത്ത രണ്ട് കുട്ടികളെന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് സിമിലാരിറ്റിയുള്ള രണ്ട് ആൾക്കാരായിരിക്കും. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്കൊരു വയ്യായ്മ വരികയാണെങ്കിൽ, ഇപ്പോൾ ഞാനും ആ കുട്ടിയും തമ്മിൽ ഒരുപാട് ആ ഒരു ജനറ്റിക്കലി മാച്ച് ഉണ്ടെങ്കിൽ എനിക്ക് ആ കുട്ടിക്ക് എൻ്റെ ബ്ലഡ് സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അതായത് ഇത് എത്ര റയറാണ്? കാരണം ഇപ്പൊ നമ്മൾ ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലോകത്ത് ഒരാൾക്ക് അതേപോലെ ഇത് എത്ര ഒരാൾക്കുള്ള സ്റ്റെം സെല് വേറെ എത്ര ആൾക്ക് ഉണ്ടാകാൻ സാധ്യത? ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ അസുഖം വരുന്ന ആൾക്കാരുടെ നമ്പറും കൂടെ ബേസ് ചെയ്തിരിക്കും. ശരിക്കുള്ള സ്റ്റാറ്റിക്സ് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100,000 ഒരാൾക്ക് മാത്രമാണ് മാച്ച് വരാൻ ചാൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 100,000 പേരിൽ തപ്പിക്കഴിഞ്ഞാൽ ഒരാളായിരിക്കും ഈ പേഷ്യൻറ്റിന് ആ സ്റ്റെം സെൽസ് കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മാച്ചായ ഒരാളാണ് ഞാൻ. 2019 എനിക്ക് മാച്ചായി. അപ്പോൾ മാച്ചായി കഴിഞ്ഞിട്ട് ആദ്യം അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്ലഡ് കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ മാച്ചായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ ശേഷം എൻ്റെ ബ്ലഡ് കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. ബാംഗ്ലൂരാണ് ഇവിടെ ഈ DKMS ബേസ് ചെയ്തിട്ടുള്ള ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് നമ്മൾ പോവേണ്ടി വന്നിട്ട് അവിടെ പോയി എൻ്റെ ഒരു കംപ്ലീറ്റ് ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫിറ്റാണ്, ഞാൻ ഹെൽത്തി ആണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോട്ടൽ ബോഡി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേഷൻ പ്രൊസീജിയർ, അതൊരു 5 ദിവസമുണ്ട്. 5 ദിവസത്തെ പരിപാടിയാണ് ബാംഗ്ലൂരിൽ ഞാൻ ചെയ്തത്. 2022 കാരണം ആ കോവിഡും ലോക്ക്ഡൗണൊക്കെ വന്നിട്ട് ഒരു 2 years ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2022 ഏപ്രിലാണ് ഞാൻ ഈ സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു 5 ദിവസം 6 ദിവസമാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നത്. അപ്പോൾ 5 ദിവസത്തിലൊരു കോഴ്സ് പോലെ ഒരു ഇഞ്ചെക്ഷൻ. അപ്പോൾ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ കേട്ടിട്ട് പെട്ടെന്ന് പേടിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത് നമ്മുടെ മജ്ജ എന്ന് പറയും, ബോഡിനകത്തുള്ള മജ്ജ, അതിനകത്താണ് ഈ സ്റ്റെം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിനകത്ത് നിറയുന്ന രീതിയിലുള്ള സ്റ്റെം സെൽസാണ് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനൊരു ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പം ഈ ഗ്ലാസ് ഓവർഫ്ലോ ചെയ്യും. എന്നുവെച്ചാൽ ഈ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുറച്ചും കൂടി കൂടുതൽ ഒഴുകുക, പുറത്ത് കുറച്ച് വരുമല്ലോ ബാക്കി വെള്ളം. അപ്പോൾ ആ വെള്ളം നമുക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് സ്റ്റെം സെൽസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ട് ഈ മജ്ജയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരിക, ബ്ലഡിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ബ്ലഡിൽ കൊണ്ടുവരുന്ന സ്റ്റെം സെൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ സാധാരണ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെം സെൽ ഡൊണേഷൻ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഒരാളുടെ എല്ലിൽ നിന്നാണോ എടുക്കുന്നത് എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഒരാളൊരു നിഹാദ് ബ്രോ, ഞാൻ ഓൾറെഡി സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്തു. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. റിസൾട്ട് കിട്ടുന്നത്. എല്ലാവരും W ആ സ്റ്റുഡൻറ്റിന് വേണ്ടി. ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പറ്റുന്ന ആൾക്കാരെല്ലാവരും ഇതിന് ഡൊണേഷന് വേണ്ടി നമ്മളൊരു ഫോം താഴെ കൊടുക്കും. ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റെം സെൽ എന്ന് പറഞ്ഞ സാധനം ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിന്റെ ടെക്നിക്കൽ ടേംസിലും കൂടുതൽ ഇതിന്റെ ടെക്നിക്കൽ ഇത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇത് എന്തിനു ചെയ്യണം, അല്ലെങ്കിൽ ആർക്കൊക്കെ ചെയ്യാം, ഇതിനെന്ത് കോസ്റ്റ് വരും, അല്ലെങ്കിൽ ഇതിന് ഇതുണ്ടോ, അതിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇത് കൊടുക്കാൻ നമുക്ക് കൊടുക്കുന്ന ഡോണറിന് ഇതിലൊരു ചെലവില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അത് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട്. ഇപ്പോൾ ഞാൻ ആ സമയത്ത് സ്റ്റുഡൻ്റ് ആയിരുന്നു, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. 2022 സെക്കൻഡ് ഇയർ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഒബ്വിയസ്ലി എനിക്കായിട്ട് ഇപ്പോൾ എന്താ പറയുക, എനിക്കൊരു ഇൻകം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ DKMS ആണ് മൊത്തത്തിൽ എൻ്റെ ട്രാവൽ
പ്ലസ് എൻ്റെ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം നോക്കിയത്. അത് ബാംഗ്ലൂർ പോയിട്ട് എന്ന് വെച്ചാൽ ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, അവിടെ എത്തിയിട്ടുള്ള അക്കോമഡേഷൻ, അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ക്യാബ് ഉൾപ്പെടെ എല്ലാം മൊത്തത്തിൽ എൻ്റെ അതായത് നിങ്ങൾ സ്റ്റെം സെല്ല് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ DKMS എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ നിങ്ങളെ എല്ലാ ഇതും നോക്കിക്കോളും. നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, നിങ്ങൾക്കുള്ള റൂം, നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. നിങ്ങൾക്ക് ആ സമയം പിന്നെ പ്ലസ് നിങ്ങളെ സ്റ്റെം സെല്ല് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. ഓക്കെ, അതാണ് പറഞ്ഞു വരുന്നത്. അതെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ബേസിക്കലി എനിക്ക് പറയാനുള്ള എത്രയേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരണ പൈസ പോയിട്ട് നിങ്ങളുടെ സമയം മാത്രം, അത് ഞാൻ ഒരിക്കലും കളയാന്ന് പറയില്ല. കാരണം സമയം നമ്മൾ അത്രയും നല്ലൊരു കാര്യത്തിന് യൂസ് ചെയ്യുമ്പോൾ അത് കാരണം ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ അനിയൻ്റെയും അനിയത്തിയുടെയും പ്രായത്തിലുള്ള ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യമായിട്ടൊന്നും ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒബ്വിയസ്ലി നല്ലൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം ഗൈസ്. അതായത് ഇതിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കാരണമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 കുട്ടികൾ ഇപ്പോഴും ഈ സ്റ്റെം സെല്ല് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവർക്ക് എന്തുകൊണ്ട് ആ 3 കുട്ടികൾക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിംഗർ പ്രിന്റ് പോലെയാണ്. ഇപ്പോൾ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഇപ്പം പുള്ളിയുടെ ഫിംഗർ പ്രിൻറ്റും ഒരെണ്ണം മാത്രമുള്ള ലോകത്ത്. അതേപോലെ ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു സംഭവം ഈ ജീൻസിനകത്ത് തന്നെ നമ്മുടെ ഈ സ്റ്റെം സെൽസിനകത്ത് ഒരു ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഫിംഗർ പ്രിൻ്റ് ഒരാളുടെ മാച്ചായി കഴിഞ്ഞാൽ മാത്രമേ ആ ബോഡി ഇത് സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ ആ ബോഡിക്കകത്ത് നോക്കുമ്പോൾ വേറെ ഒരാൾ ഫിംഗർ പ്രിൻ്റ് ഇടാൻ നോക്കുന്ന പോലെ ആയിപ്പോൾ ഫ്യൂച്ചർ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നു. ഇല്ല, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഞാനിപ്പോൾ ആ സ്റ്റെം സെൽ ഡൊണേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഹെൽത്തി ആയിട്ടിരിപ്പുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല. അതായത് നമ്മളിത് ഡൊണേറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മളിൽ നിന്നൊന്നും കുറയുന്നില്ല. നമ്മളിപ്പം ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് എടുത്തിട്ട് ബ്ലഡ് തിരിച്ചതിലേക്ക് ഇടുന്നു, മനസ്സിലാവും. എന്നിട്ട് ആ ബ്ലഡിലുള്ള സ്റ്റെം സെൽസ് മാത്രം റിമൂവ് ചെയ്ത് എടുക്കുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റെം സെൽസ്, അതെ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്, മനസ്സിലാവും. അപ്പൊ അതിലൊരു ഫ്യൂച്ചർ ഹെൽത്ത് ഇഷ്യൂസും കൂടെ പറയാനാണെങ്കിൽ നമ്മളിപ്പം സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു 2 ആഴ്ചക്കകം നമ്മുടെ ബോഡി തന്നെ അത് തിരിച്ച് റെസ്റ്റോർ ചെയ്യും, റീജനറേറ്റ് ചെയ്യും ഈ സ്റ്റെം സെൽസ്. അത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു നഷ്ടമാവുന്നില്ല, അത് തിരിച്ച് നമ്മുടെ ബോഡി തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഒരു ആവശ്യം ഉള്ള ഒരാൾക്ക് അതിൽ ഇച്ചിരി കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് മാത്രമല്ല നമ്മളിപ്പം പർട്ടിക്കുലറായിട്ട് പറയുന്നില്ല നിങ്ങൾ ഡൊണേറ്റ് ചെയ്യണം, നമ്മളിപ്പം നിങ്ങളെ രജിസ്റ്റർ ചെയ്യാനാണ് ക്ഷണിക്കുന്നത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ HLA ടൈപ്പിംഗ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യും. അതിൽ നിന്ന് നിങ്ങളുടെ ഈ DNA എന്ന് പോലെ പറയുന്ന ആ ഒരു ഐഡൻറ്റിറ്റി മനസ്സിലാവും. അതായത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയത്തില്ല, എനിക്കിപ്പോൾ B പോസിറ്റീവ് ആണ്, B പോസിറ്റീവ് ഉള്ള ഒരാൾ തരണം എന്നുപോലെ നിങ്ങളുടെ HLA നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതേപോലെ ഏതെങ്കിലും പേഷ്യൻറ്റിന് ക്യാൻസർ അല്ലെങ്കിൽ ബ്ലഡ് ഡിസോർഡർ ഉള്ള ഒരു പേഷ്യൻറ്റിന് നിങ്ങളുടെ അതേ HLA ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ രജിസ്റ്റർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, മാച്ച് ആവും. അപ്പം ഞങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടും, ഞങ്ങൾ അറിയിക്കും ഇങ്ങനൊരു പേഷ്യൻ്റുണ്ട്, നിങ്ങളുടെ ആവശ്യമുണ്ട്, നിങ്ങളുടെ HLA ഒരു ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഞങ്ങൾ അറിയിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അന്നേരം നമ്മൾ പോകും. ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറയുന്നത് Come on, let's go. Guys, പെയിൻ ഡൊണേറ്റ് ചെയ്യാൻ പെയിൻ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ പെയിൻ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഡൊണേറ്റ് ചെയ്ത ആളാണ്. ഞാൻ പറഞ്ഞ പോലെ 2022 ഡൊണേറ്റ് ചെയ്തത്. അപ്പോൾ പെയിൻ ഒന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഞാനൊരു 5 ദിവസം ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഡോക്ടേഴ്സ്, എനിക്ക് ഇഞ്ചക്ഷൻ തന്ന ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു തലവേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ തലവേദന കൂടി ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ദിവസം ഫുള്ളും ബാംഗ്ലൂർ ആയിരുന്നതുകൊണ്ട് ഞാൻ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ചില്ല് ചെയ്യായിരുന്നു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഏജ് ലിമിറ്റ് ചോദിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് 18 to 55 ആണ് കറണ്ട് ഏജ് ലിമിറ്റ്. പിന്നെ ക്രോണിക് ഡിസീസസ് ഉള്ള ആൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്തെങ്കിലും ഹാർട്ടിന് ഇഷ്യൂസ് ഉള്ള ഡയബറ്റീസ്, അങ്ങനെ HIV അല്ലെങ്കിൽ അങ്ങനെ അസുഖങ്ങളുള്ള ആളുകൾക്ക് നമ്മൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറയില്ല. പക്ഷെ ബാക്കി ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും. അപ്പൊ ഇപ്പം ഇതുവരെ എത്ര ഡൊണേഷൻസ് ആയി? എത്ര ഡൊണേഷൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യം? നമുക്ക് അതിന് കണക്കായിട്ട് ആൾക്കാരെ കൊണ്ട് നമ്മൾ 200+ ഡൊണേഷൻസ് ഇന്ത്യയിൽ കംപ്ലീറ്റ് ചെയ്തു. DKMS 200 അങ്ങനെ എത്ര പേര് ഇത് രജിസ്റ്റർ ചെയ്തു? രജിസ്റ്റർ ചെയ്തത് ഇപ്പം 2 lakh+ ആണ് നമ്മൾ രജിസ്ട്രേഷൻസ്. ഇപ്പം എത്ര ഇത് ഇപ്പം തുടങ്ങിയിട്ട്? നമ്മൾ 2019 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വേൾഡ് വൈഡ് 7 കൺട്രീസിലുണ്ട്. 6 വർഷമായിട്ട് 2 ലാക്കേ വന്നുള്ളൂ. അതാ നിങ്ങൾ മൊത്തം ഇതായിട്ട് ചെയ്യുന്നില്ല, സ്റ്റേറ്റ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം. നമ്മളിപ്പോഴാണ് കുറച്ചും കൂടെ, നമ്മൾ 7 കൺട്രീസിലുണ്ട്. അപ്പം ഇന്ത്യയിൽ നമ്മൾ രജിസ്ട്രേഷൻ കുറവാണ് കമ്പയർഡ് ടു വേറെ കൺട്രീസ്.
സോ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. പല ആൾക്കാർക്ക് ഇത് അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പേടിയുള്ളതുകൊണ്ട് എന്താണ് മെഡിക്കൽ ഇതിലുള്ള ഒരു സംശയം കൊണ്ട് ആൾക്കാർ വേറൊരു സംശയം ചോദിക്കുന്നുണ്ട്, ടാറ്റു പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ടാറ്റു ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ? ടാറ്റു എന്ന് പറയുന്നത് ക്രോണിക് ഡിസീസ് അല്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുള്ളി പറഞ്ഞ പോലെ ക്രോണിക് ഡിസീസ് നമ്മൾ ടൈം എപ്പോഴാണ് ചെയ്തത് എന്നൊക്കെ നമ്മളത് നോക്കും. ലൈക്ക് 2 months അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് കൂടുതൽ നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ മെഡിക്കൽ ടീം ആയിരിക്കും അതൊക്കെ അസസ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പാണ് മെയിനാണ് രജിസ്ട്രേഷൻ, നിങ്ങളുടെ ഈ ടെസ്റ്റ് ചെയ്യുക. അത് മാത്രമല്ല ഡോക്ടർ സായി പറഞ്ഞ പോലെ ഇത് നമ്മൾ ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെലവും ഉണ്ടാവത്തില്ല. ജസ്റ്റ് നിങ്ങളുടെ സമയവും ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു മനസ്സും മാത്രമാണ്. അതെ. അപ്പോൾ എനിവേസ് ഗൈസ്, ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം, അത് നിങ്ങൾ എന്തായാലും കാണണം. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ 3 കുട്ടികൾക്ക് ഇതുവരെ സ്റ്റെം സെല്ല് കിട്ടാണ്ട് അവരിപ്പോഴും സ്ട്രഗിൾ ചെയ്യാന്നല്ലേ? ഇതുവരെ കിട്ടിയില്ലല്ലോ. എത്രയായി? അതെ, ബ്ലഡ് ക്യാൻസർ ഉള്ള 3 കുട്ടികൾ, ബ്ലഡ് ഡിസോർഡർ ഉള്ള കുട്ടികൾ, ബ്ലഡ് ഡിസോർഡർ, അവരിപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റെം സെല്ല് കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എത്രയായി അവര് വെയിറ്റ് ചെയ്യുന്നു? 3 കുട്ടികളാണ്. അല്ലെ സ്റ്റെം സെല്ലിന് അവര് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര? 1 വർഷം. ഓക്കെ, 1 വർഷത്തിന് മുകളിലായിട്ട് അവർക്ക് ഇതുവരെ സ്റ്റെം സെല്ലിന്റെ ഡോണർ ആയിട്ടെന്നല്ല, മാച്ച് ആയിട്ടില്ല അല്ലെ? മാച്ച് ആയിട്ടില്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണാം. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇതിന്റെ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായി ഈ വീഡിയോ കാണുമ്പോൾ. കോട്ടയത്ത് ഒട്ടും സഹിക്കാനാവാത്ത വേദനയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അഹമ്മദ് ഫൈസി 11 വയസ്സ്, ഫൈഹ മെഹ്റൻ 10 വയസ്സ്, അഹമ്മദ് ഫൈസ് മുസാഫിർ 4.5 വയസ്സ് എന്നീ 3 കുഞ്ഞുങ്ങളും ബീറ്റ തലസീമിയ മേജർ എന്ന മാരക രോഗത്തോട് പോരാടുകയാണ്. എല്ലാ ദിവസവും നിരന്തരമായുള്ള ആശുപത്രി സന്ദർശനങ്ങളും വേദനാജനകമായ ചികിത്സാ രീതികളും ആ കുഞ്ഞുങ്ങൾക്ക് സഹിക്കേണ്ടി വരുന്നത് അവരുടെ മാതാപിതാക്കൾ നിസ്സഹായതയോടെയും ഇനി സമയം അധികം ബാക്കിയില്ലെന്ന ഭയത്തോടെയും കാണുന്നു. ഫൈസി ഒരു പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്നു. ഫൈഹ ഒരു ഓങ്കോളജിസ്റ്റായി കുട്ടികളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം ക്യാപ്റ്റനായി പറക്കാൻ ചെറിയ ഫൈസ് ആഗ്രഹിക്കുന്നു. എന്നാൽ പൊരുത്തപ്പെടുന്ന ഒരു സ്റ്റെം സെൽ ദാതാവിനെ ലഭിച്ചില്ലെങ്കിൽ ഈ സ്വപ്നങ്ങളൊക്കെ അപകടത്തിലാകും. I hope they get a good donor. If they get it, I hope we'll get to do a transplant and we can give them a shot at life which they deserve. They were just born without their control. I think they deserve a better chance. എനിക്കെന്നല്ല, ഇങ്ങനൊരു ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും പറയാനുള്ളൊരു കാര്യം, സാമ്പത്തികമായിട്ട് അല്ലാതെ ഒന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. ചെറിയൊരു രീതിയിൽ ഒരു രജിസ്ട്രേഷൻ, അത് വലിയ ബ്ലഡ് കുത്തിയെടുത്ത് ശരീരം നോവിക്കുന്ന രീതി ഒന്നുമല്ല. ജസ്റ്റ് നമ്മളെ കവളിൽ നിന്ന് എടുക്കുന്ന ഒരു റബ്ബ് ചെയ്തെടുക്കുന്ന ഒരു ഇതേ ഉള്ളൂ, പ്രൊസീജിയറേ ഉള്ളൂ. ഇൻ കേസ് നമുക്ക് നാളെ കിട്ടുന്ന ഒരു ഡോണർ ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ ഗൈസ്, അതായത് ഞാൻ പറയാം, ചില ആൾക്കാർ ഇപ്പം ഡൊണേറ്റ് ചെയ്യാൻ ചിന്തിക്കുന്ന ആൾക്കാർ വിചാരിക്കും ബ്ലഡ് ഇതാക്കണ്ടേ, ആദ്യമേ ഈ ഇഞ്ചക്ഷൻ വെക്കണ്ടേ, അങ്ങനത്തെ ചിന്തിക്കും. നിങ്ങളിപ്പം ഞാൻ കാര്യം പറ്റേ, ഇപ്പം ഒന്നും ചെയ്യണ്ട. ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വായിന്ന് സ്വാബ് എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കും അല്ലെ? സ്വാബ് എന്ന് പറയുമ്പോൾ ഈ ഉമിനീര് എടുക്കുന്നല്ലേ? അതെ, വായില് ഒരു സാധനം ഇട്ടിട്ട് വായിലുള്ള സാമ്പിൾ എടുത്തിട്ട് അവർ പോവും, മനസ്സിലാവും. പിന്നെ എപ്പെങ്കിലും, എത്ര കാലം കഴിഞ്ഞിട്ടാന്ന് പറയാൻ പറ്റില്ല, എപ്പെങ്കിലും ആ നിങ്ങള് ഇതിന് മാച്ച് ആവുന്ന ഒരാളെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളെ കോൾ ചെയ്യും, മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്വാബ് കൊടുക്കുക എന്നുള്ള ഒരേ ഒരു കാര്യമാണ്, മനസ്സിലാവും. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇത് വാട്ട്സ് ദിയർ പ്രോഫിറ്റ് എന്നെല്ലാം ചോദിക്കുന്ന ആൾക്കാരോട് പറയാന്ന് വെച്ചാല്, ഗൈസ് നമ്മളിപ്പോ ഒരു ബ്ലഡ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോഫിറ്റ് ആഗ്രഹിച്ചിട്ടാണോ കൊടുക്കുന്നത്? അല്ലല്ലോ. അതുപോലെ തന്നെ ഇത് ഗവൺമെന്റ് അപ്രൂവലിനെ കുറിച്ചും കാര്യങ്ങളും അതിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്, ഫുള്ളി ലീഗലാണ്. നമുക്ക് ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. നമ്മൾ 7 കൺട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യയിൽ അവയർനെസ് കുറവാണ്. സോ അവിടെ നമ്മൾ മാക്സിമം അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. ഒരു NGO ആണ്. അതെ, ഈ NGO എന്ന് പറഞ്ഞാൽ ഇവരായിട്ട് തുടങ്ങിയതോ അങ്ങനെയല്ല, മനസ്സിലാവും.
അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, മനസ്സിലാവും ഈ DKMS എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇതിൽ ഈ കേരളത്തിലെ കാര്യങ്ങൾ ഇവർ നോക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ കാര്യങ്ങൾ ഇവർ നോക്കുന്നു, അത്രേ ഉള്ളൂ, മനസ്സിലാവും. അല്ലാണ്ട് ഇത് പെട്ടെന്ന് ഇന്നലെ പൊട്ടി മുളച്ചു വന്നൊരു സംഭവമല്ല. കംപ്ലീറ്റ്ലി ഗവൺമെൻറ് അപ്രൂവ്ഡും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും കൂടിയാണ്. അപ്പം പറ്റുന്ന ആൾക്കാർ ഡൊണേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫോം ഫില്ല് ചെയ്യാനുള്ള ഫോം ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്, 1 സെക്കൻഡ് ഗൈസ്. ഞാൻ ലിങ്ക് കമൻറ്റിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കമൻറ്റിലല്ല, ചാറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പറ്റുന്നവരെല്ലാം കയറി സെക്കൻഡ് പിൻ ചെയ്തു. ഇത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണോ സ്ക്രീനിൽ? ഗൈസ്, ഇതാണ് ഇതിൻ്റെ പേജ് വരുന്നത്. ഇതിൽ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു 10 രജിസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതിൽ വേറെ ഏതെങ്കിലും രജിസ്റ്ററിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡേറ്റ ഈ ഗ്ലോബൽ ഡേറ്റ രജിസ്ട്രിയിൽ ഉണ്ടാവും. ഏതെങ്കിലും പേഷ്യൻസിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. സ്മോക്കിംഗ്, ഡ്രിങ്കിങ് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, സ്മോക്കിങ്ങും അത് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയും. എടാ, ഇപ്പം നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതായില്ല. ഈ സ്വാബ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴുള്ള സംഭവം, ജോലി, മനസ്സിലാവും. അതായത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വാബ് കൊടുത്തതിന്റെ എത്ര കാലം കഴിഞ്ഞിട്ട് കോൾ വന്നത്? സ്വാബ് കൊടുത്തു കഴിഞ്ഞിട്ട് 5 മാസം. അതായത് 5 മാസമോ 1 വർഷമോ 2 വർഷമോ അത് എത്ര കാലം എടുക്കാം. എപ്പെങ്കിലും നിങ്ങളെ ഇതിന് മാച്ച് ആവുന്ന ഒരു പേഷ്യന്റ് വരുമ്പോന്ന് അതിന്റെ കോള് വരാം. അതെന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിന് വേറെ വഴി ഉണ്ടാവില്ല. ഈ 1 ലക്ഷത്തിലും 2 ലക്ഷത്തിലും ഒരാൾക്കേ ഈ മാച്ച് കിട്ടും, മനസ്സിലാവും. ഇപ്പൊ ഈ 3 കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ 1 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുക, ഇപ്പോഴും വെയിറ്റ് ചെയ്യുക ആളെ കിട്ടാൻ വേണ്ടിയിട്ട്, മനസ്സിലാവും. അതായത് ഈ ഇവരെ മാച്ചായിട്ടുള്ള സ്റ്റെം സെല്ലുള്ള ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് ആ 3 കുട്ടികൾ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും രക്ഷപ്പെട്ടേക്കാം നിങ്ങളിത് ഡൊണേറ്റ് ചെയ്തുകൊണ്ട്, മനസ്സിലാവും. ഇനി സൈഡ് എഫക്ട്സ് ഇല്ലടാ, അത് പറഞ്ഞല്ലോ, സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, എനിവേയ്സ്, അപ്പം ഇത് നമുക്ക് ഒന്ന് കാണിച്ച് കൊടുക്കണോ ഫുള്ളായിട്ട്? അതോ ഇതില് ബേസിക് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്? അതെ, ഇത് കാണിക്കണമെന്നില്ല, നിങ്ങൾക്ക് കയറി നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിൽ കുറച്ച് ഒരു 10 രജിസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അഡ്രസ് അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അതെ, ഈസ് ദിസ് യുവർ ഫസ്റ്റ് ടൈം രജിസ്റ്ററിങ് ആസ് എ സ്റ്റെം സെൽ ഡോണർ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് യെസ് ഓർ നോ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക്, ഇതിന് നിങ്ങൾക്ക് ഒരു ചിലവുമില്ല കേട്ടോ. ഈ ഒരു കിറ്റ് നിങ്ങളെ അഡ്രസ്സിലേക്ക് വരും. ഓക്കെ, ഈ കിറ്റിൽ ഇതൊന്ന് ഇതിന്റെ അകത്ത് ഓക്കെ ഗൈസ്, അതായത് നിങ്ങൾ ഈ ലിങ്കിൽ കയറി ഇതൊന്ന് രജിസ്റ്റർ ചെയ്ത് ഈ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു കിറ്റ് വരും. ആ കിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബഡ്സ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ലൈറ്റ് ഒന്ന് ഉറക്കണമല്ലോ, സെക്കൻഡ്. ഇതുണ്ടാവും, നമ്മളെ ബഡ്സ് പോലത്തെ ഒരു സംഭവം വരും. ഇത് നമ്മൾ വായിൽ ഇട്ട് മൊത്തം ഒന്ന് കറക്കണം, അല്ല അത് നമുക്കൊന്ന് അത് തന്നെ ഞാൻ എന്തായാലും ഇത് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇത് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും ഇതിൻ്റെ നമ്മളെ ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് രജിസ്ട്രേഷൻ ഞാൻ തന്നെ എടുക്കാൻ പോയത്. ഓക്കെ, ഓൾറെഡി ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെം സെൽ ഡോണർ ഇവിടെ ഞാനാവാൻ പോകുന്നത്. അപ്പോൾ ഇവർ കാണിച്ചു തരും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ കിറ്റ് വന്ന് നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കിറ്റ് വരും. ആ കിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിത് വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ കാണിച്ചു തരും. ഓക്കെ, MRC ടീം കൊടുക്കാം. ടീം മൊത്തമായിട്ട് കൊടുക്കുന്നത്, ടീം മൊത്തമായിട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ മാത്രം ഇപ്പം ലൈവിൽ എല്ലാവർക്കും ഇത് ഡെമോ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെത് മാത്രം ഞാൻ മാത്രം ഡൊണേറ്റ് ചെയ്യുന്നത് ഒരു ഡെമോ ചെയ്ത് കാണിക്കാം. അപ്പം MRC രജിസ്റ്റർ ചെയ്യാം. അവിടെ MRC എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവർക്ക് എന്താ പ്രോഫിറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞു കൊടുക്കുക. നമ്മളൊരു NGO ആണ്, സോ അതിൽ നമുക്കങ്ങനെ അങ്ങനെ ചോദിക്കുന്നവരോട് ഇതെന്ന് പറഞ്ഞാൽ എടാ NGO എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കൊന്നും ഇവർക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. NGO എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും അവർക്ക് വലിയ ഐഡിയ ഇല്ല. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇവർക്ക് ഇതിൽ പ്രോഫിറ്റ് അല്ല, മനസ്സിലാവും. കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ടാറ്റു പ്രോബ്ലം, അതിനെല്ലാം നമ്മൾ ഉത്തരം പറഞ്ഞല്ലോ. ഹെർ വോയിസ് ഈസ് ഗ്രേസിന് നല്ലൊരു സപ്പോർട്ട് ഞാൻ കാണുന്നുണ്ട്. ഇതൊരു സീരിയസ് കാര്യമായിപ്പോയി, അതുകൊണ്ട് നമ്മൾ പ്രൊഫഷണലായിട്ട് ഇത് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല നമ്മളെ ടോക്ക്. കാരണം കുറേ ആൾക്കാർ നേരത്തെ ഞാൻ ശ്രദ്ധിച്ചു, നേരത്തെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചു ഗ്രേസിന് കുറേ റെഡ് ഹാർട്ട്സ് വരുന്നുണ്ട്.
ഗ്രേസ് റെഡ് ഹാർട്ട്. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടോ? എനിക്കുണ്ട്, താല്പര്യമുണ്ട് കംപ്ലീറ്റ്ലി. ഇങ്ങനെ 3 ബഡ്സ് ആണ് നമ്മൾ വരുന്നത്. നമ്മളിത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ എടുക്കാം. എങ്ങനെ? ഓക്കെ. ഓ അത് ഞാൻ തന്നെ ചെയ്യണം? ഞാൻ വെച്ച് ഗ്രേസ് ചെയ്ത് തരും. മനസ്സിലായി. അല്ല ഞാൻ വെച്ച് ഗ്രേസ് എനിക്ക് അപ്പൊ അതുപോലെ ഞാൻ ചെയ്താൽ മതി. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആദ്യം തുടങ്ങാം. ലെഫ്റ്റ് സൈഡില് ചീക്കിന്റെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ പറയാം. നമ്മൾ ചീക്കിന്റെ സൈഡിൽ നമ്മൾ നല്ലോണം റബ്ബ് ചെയ്യണം. അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് റൗണ്ട് ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. കറക്കി. നമ്മൾ മൗത്ത് ക്ലോസ് ചെയ്യരുത്. മൗത്ത് ഓപ്പൺ ആയിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ചീക്കിലുള്ള ലൂസ് സെൽസ് ഉണ്ടാവും. അതാണ് ഇതിനകത്തോട്ട് വരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ HLA ടൈപ്പിങ്ങിന് കൊടുക്കാറ്. 1 മിനിറ്റ് ടൈമാണ് ഇതിന് നമ്മൾ നോക്കാറ്. ടൈം നോക്കണം. അത് 1 മിനിറ്റ് ഇതിങ്ങനെ റബ്ബ് ചെയ്തോണ്ട് മൗത്ത് ഓപ്പൺ ആയിരിക്കും. സർക്കിളും ചെയ്യാം. ടൈമർ വെച്ചിട്ടുണ്ട്. ചാറ്റ് പോയിക്കോളൂ ആരെങ്കിലും. WHO അപ്രൂവ്ഡ് ആണോ? WHO എന്താ? അത് വേറൊരു ഓർഗനൈസേഷൻ ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒരു സെപ്പറേറ്റ്ലി. ഇതൊരു NGO ആണ്. ചേച്ചിക്ക് മൈക്ക് കൊടുക്കുക. ഗ്രേസ് മാരീഡ് ആണോ? പേഴ്സണൽ ക്വസ്റ്റ്യൻസ് പ്രൊഫഷണൽ കാര്യത്തിന് വന്നുകൊണ്ട് നമ്മൾ പേഷ്യന്റ് ജീവിതത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി പിടിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് 2 മിനിറ്റ് നേരത്തേക്ക് ഇത് ഉണങ്ങണം. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ പിടിച്ചാൽ മതി. അടുത്തെടുക്കാം. ഈ കൈ പിടിച്ചു. അത് എങ്ങനെ പിടിക്കാൻ അവിടെ വെച്ചാൽ പോരാ? ഇല്ല, അത് ഉണങ്ങണം. തൊടാൻ പാടില്ല. അതിലൊന്നും ആവാൻ പാടില്ല. എന്നാ ആരെയും പിടിച്ചാൽ പോരാ? ഓക്കെ. ഇനി പെർ സൈഡാ? റൈറ്റ് സൈഡ്. ചിരിക്കടാ, നീ എല്ലാം ചിരിക്ക്. എനിക്കറിയാം ഇതിന്റെ നാളെ എഡിറ്റ് വരികയും ചെയ്യും. ഞാൻ കുറച്ച് സമയം നേരിൽ പോകും, കുഴപ്പമില്ല. സ്റ്റിൽ ഐ ട്രൈഡടാ. ഞാൻ ട്രൈ ചെയ്തടാ. നീ എല്ലാം ചിരിക്ക്. അപ്പ് ആൻഡ് ഡൗൺ സർക്കിൾ ചെയ്യുക, അത്രേ ഉള്ളൂ. മൗത്ത് ഓപ്പൺ കുറച്ച്. ഡാറ്റ സേഫ് ആണോ നിൽക്കുന്നത്? ഡേറ്റ നമ്മുടെ ഇന്ത്യൻ ആക്ട് പ്രകാരമാണ്, ഇൻഫർമേഷൻ ആക്ട് പ്രകാരമാണ് എല്ലാ ഡേറ്റയും സ്റ്റോർ ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഏത് രാജ്യത്തുള്ളതുകൊണ്ട് തന്നെ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് കൂടെ ഫോളോ ചെയ്യുന്നത്. 2 എണ്ണത്തിൻ്റെയും സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ടാണ് ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യാറ്. ഷമീർ എന്ത് ചെയ്ത്? ഷമീർ നിങ്ങൾ ഓപ്പറാൻ കാണിക്കുന്നുണ്ടോ? ബാക്ക് 1 മിനിറ്റ് ആയോ? ഇല്ല, ഒരു 5 സെക്കൻഡ് കൂടെ കുറച്ച് ഓപ്പൺ. ഓക്കെ, 1 മിനിറ്റ് ആയി. മൂന്നാമത്തെ എവിടെയാ? കുറച്ചും കൂടെ നല്ലോണം ടച്ച് ആവുന്ന രീതി അകത്തോട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്യണം. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ഒന്ന് പോയിട്ട് ഇങ്ങനെയും കൂടെ വരാം. ഡോണ്ട് ഡിസ്റെസ്പെക്റ്റോ ബ്രോ. ഐ ജസ്റ്റ് ആസ്ക്ഡ് ബ്രോ. ഓള് പേഴ്സണലാന്ന് പറഞ്ഞാൽ ഞാനത് വിട്ടാ. എങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ആകുന്നത്? ഡിസ്റെസ്പെക്റ്റ് ആയി ഫീൽ ചെയ്യും. നോർമൽ ക്വസ്റ്റ്യൻ അല്ലേ? അല്ലേ? വീട് എവിടെയാ? അതും പേഴ്സണലാണോ? അതെ, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണല്ലോ. എന്നാൽ ഏത് നാട്ടുകാരിയാന്നറിയാൻ? ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ ഇവിടെ കേരളത്തിൽ തന്നെയാണ്. അല്ല പറയണമെന്നില്ല, കുഴപ്പമില്ല. ഓരോ സ്വാബിൻ്റെയും ഓരോ മിനിറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഗ്രേസ് എങ്ങനെ ഇതിലേക്ക് എത്തി? ഇതിലേക്ക് ഈ ഓർഗനൈസേഷനിലേക്ക്? ഈ ഓർഗനൈസേഷൻ തികച്ചും ഒരു നല്ല കോസ്റ്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അല്ല, എത്ര കാലം മുന്നേ എത്തിയ? 1 മിനിറ്റ്.
1 മിനിറ്റ് 3 മിനിറ്റ് ആയിരിക്കുന്നു ഓരോ സ്വാബ് വെച്ചിട്ട്. അതെ 3 എണ്ണമായി. ഇത് 2 മിനിറ്റ് ഇങ്ങനെ ഡ്രൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചേക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടി എന്തിനാ എല്ലാരും എന്നെ കളിയാക്കുന്നു ഗൈസ്? ഞാൻ എന്തെങ്കിലും സൈലൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചോദിക്കണ്ടെന്ന് വെച്ചിട്ട് ചോദിക്കുന്നതാ, മനസ്സിലായോ? തൊപ്പി ബി സീരിയസ് ഗൈസ്. ഇവിടെ സൈലൻസ്, ഇവിടെ ആരും ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും അവളോട് ചോദിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചതാ. അതിലെന്താ ഇതുള്ളത്, പ്രശ്നമുള്ളത് അല്ലേ ഗ്രേസ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കിറ്റ് കിട്ടുന്നത്. ആ പറ. അതായത് അല്ല ഞാൻ മറന്നുപോയി. അതായത് ആദ്യം നമുക്ക് ഈ കിറ്റ് കിട്ടും. ഈ കിറ്റിന്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ടാവും. ഈ സാധനത്തിൽ നമ്മൾ സ്വാബ് എടുക്കുന്നു. 1 മിനിറ്റ് 2 മിനിറ്റ് ഉണക്കുക ജസ്റ്റ് പിടിച്ചിട്ട്. അത് കഴിഞ്ഞ് ഇതിനകത്ത് ഇടുക. ഉണങ്ങി കഴിഞ്ഞ അതായത് കിറ്റിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു കവർ ഉണ്ടാവും. ഓക്കെ. ഇത് ഉണങ്ങിയില്ലല്ലോ. 1 മിനിറ്റ് ഉണങ്ങാൻ എടുക്കുക. ഞാൻ ഒന്നും പറയുന്നില്ല, സൈലൻസ് നിന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഓക്കെ ശരി. 100% പ്രൊഫഷണൽ ഗ്രേസ്. ഖത്തറിൽ നിന്ന് ചെയ്യാൻ പറ്റും? വേറെ കൺട്രീസിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെയാ? നമ്മൾ ഇപ്പം ഇന്ത്യൻ സിറ്റിസൺസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ DKMS ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ. ഇങ്ങനെ ഒരു കിറ്റ് ഉണ്ട്. ഈ കിറ്റിനകത്ത് അപ്പൊ ഗ്രേസിന്റെ കിറ്റ് എന്ത്? അല്ല, അത് ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് ഇനി ചെയ്യേണ്ട ക്യാമറ കാണൂല. അങ്ങനെ ഇതാണ് കിറ്റ്. ഇതിലിങ്ങനെ വെച്ചാൽ പോലെ ഉണങ്ങി കഴിഞ്ഞ ശേഷം ഇത് നമ്മുടെ തിരിച്ച് റിവേഴ്സ് പിക്കപ്പിന് നിങ്ങൾക്ക് വാട്സാപ്പ് ഇതിനകത്ത് തന്നെ QR കോഡ് ഉണ്ട്. ഈ ഒരു എൻവലപ്പിൽ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുക, മീൻസ് ഈ ഒരു കിറ്റ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾ നേരെ വാട്സാപ്പിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ അതായത് ഇത് സ്വാബൊക്കെ എടുത്തു കഴിഞ്ഞു, സാധനം പാക്ക് ചെയ്തതിന് ശേഷം ഇത് ഈ കിറ്റിൽ ഇടുക. ഈ കിറ്റിലേക്ക് സ്കാൻ ചെയ്യുക. അപ്പോൾ നേരെ നിങ്ങൾ വാട്സാപ്പിലേക്ക് പോകും. അവിടെ റീഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. റീഷെഡ്യൂൾ മെസ്സേജ് വരും. സ്കെഡ്യൂൾ പിക്കപ്പ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പം അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അവരെ നിങ്ങളുടെ അഡ്രസ് എല്ലാം അതിലുണ്ടാവും, നമ്മുടെ കയ്യിലുണ്ടാവും. ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഇത് കണക്ട് ചെയ്ത് റീഷെഡ്യൂൾ അടിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് പിക്ക് ചെയ്തോളൂ. സോറി, റീസ്കെഡ്യൂൾ അല്ല, സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. റിവേഴ്സ് പിക്കപ്പ് അടിച്ചാൽ അവർ വന്ന് എടുത്തോളൂ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് പറ്റുന്നവരെല്ലാം ഡൊണേറ്റ് ചെയ്യാന്നല്ല, ഞാൻ പറയുന്നത് നമ്മളെ ലൈവ് കണ്ടിട്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്ന ആൾക്കാർ എല്ലാവരും, അങ്ങനെ നിർബന്ധിക്കാൻ പറ്റും ആൾക്കാരെ? വേണ്ടല്ല. ഇത് നമ്മള് വോളണ്ടറിലി സ്വന്തമായിട്ട് അങ്ങനെയാണെങ്കിൽ പറ്റുന്നവരിൽ ചെയ്യാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. ഞാൻ എനിക്ക് അറിയുന്ന എല്ലാവരും ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും. ഞാൻ ഇവിടെയുള്ള എല്ലാവരും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പോയത്. നമ്മളെ ഗാങ്ങിലുള്ളതും നമ്മളെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നതും നമ്മളെ ഈ MRC ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന 10-25 ആൾക്കാരുണ്ട് മൊത്തം. ഓക്കെ, നമ്മൾ ഈ ക്യാമറയുടെ മുന്നിൽ കയറുന്ന 8-9 ആൾക്കാരല്ല, ബാക്കി എഡിറ്റേഴ്സ്, ഇത് സോഷ്യൽ മീഡിയ ആഡ്സിൻ്റെ എല്ലാത്തിൻ്റെ ആൾക്കാരെ എല്ലാവരെയും ഞാൻ ഫോഴ്സ് ചെയ്ത് ഞാൻ ഇവരെല്ലാം നിർബന്ധിച്ച് ഞാനിത് ഡൊണേറ്റ് ചെയ്യിപ്പിക്കാൻ പോയത്. നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുക. ഓക്കെ, ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസ് യെസ് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, ജസ്റ്റ് ക്ലിക്ക് സബ്മിറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എപ്പോഴെങ്കിലും നിങ്ങളൊരു മാച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കോൾ വരും, അപ്പോൾ പോയി സ്റ്റെം സെല്ല് ഡൊണേറ്റ് ചെയ്യുക. ജസ്റ്റ് ട്രൈ ടു സേവ് സം ലൈഫ്സ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ എന്തായിരുന്നു, ഇതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ BA ലൈഫ് സേവർ എന്നാണ് ഇതിൻ്റെ ഹാഷ്ടാഗ് വരുന്നത്. അതെല്ലാവരും സ്പാം ചെയ്യും. ഓക്കെ, എല്ലാവരും BA ലൈഫ് സേവറിന് സ്പാം ചെയ്യും. അത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ മുന്നോട്ട് വരട്ടെ. അപ്പം BA ലൈഫ് സേവർ എല്ലാവരും സ്പാം ചെയ്യും. Come on, chat. Come on, let's go. Why she fears to expose personal details? എടാ, പേഴ്സണൽ ഈസ് സ്ട്രിക്ട്ലി പേഴ്സണൽ. അതിന് ചോദ്യങ്ങളില്ല, അല്ല, അതിൽ അങ്ങനത്തെ ചോദ്യങ്ങളില്ല. വേറെ എന്തെങ്കിലും ചോദിക്കാറുണ്ട്, പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചോ. അത് നമ്മൾ ആക്ച്വലി നമ്മളൊരു ഓർഗനൈസേഷനെ അതെ അത് അവരെ പോളിസീന്റെ ഭാഗമായിരിക്കും, മനസ്സിലാവും. ഇതല്ലാണ്ട് വേറെ ഇതിൽ വരുവാണെങ്കിൽ ഓക്കെ, പക്ഷെ ഇത് ഇവർ കമ്പനിക്ക് കീഴിൽ വർക്ക് ചെയ്യുന്നതാണ്, മനസ്സിലാവും. അപ്പോൾ അവർക്ക് അവിടെ ഇങ്ങനെ കുറച്ച് പോളിസികളും ഇതും ഉണ്ടാവും, മനസ്സിലാവും, കുറച്ച് റൂൾസും ഉണ്ടാവും. പ്രൊഫഷണലായിട്ട് അവർക്ക് ഇതാക്കാൻ പറ്റും.
ബി എ ലൈഫ് സേവർ. ലെറ്റ്സ് ഗോ എല്ലാവരും. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ പറ്റുന്നവരെല്ലാവരും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഗൈസ്, എനിബഡി, എനി ക്വസ്റ്റ്യൻസ്? ഇല്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ കമ്മിങ്. വേറെ എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും മറന്നു പോയിട്ടോ എന്തെങ്കിലും? തൊപ്പിനോട് ബ്രൂനോട് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തതിന് മൈ പ്ലഷർ. നമ്മൾ ഇവിടെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. സോ ബ്രൂനെ പോലുള്ള ഒരാൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാർ ഈ ഒരു ഇതിലേക്ക്. അതെ, നമുക്ക് പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു എന്തെങ്കിലും ക്രൗഡിന്റെ ഇടയിലോ ആൾക്കാരുടെ ഇടയിലോ ഇറങ്ങി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ, ഒരു ബസ് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഈ ബ്ലഡ് ഡൊണേഷന്റെ ബസ്സുകൾ കണ്ടിട്ടില്ലേ, അതുപോലത്തെ എന്തെങ്കിലും ഒരു ഇവന്റ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ റെഡിയാണ്. നമുക്ക് ഏതെങ്കിലും ആൾക്കാർ കൂടിയിരിക്കുന്ന, ഇപ്പം എറണാകുളത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ കൂടിയിരിക്കുന്ന സിറ്റികളുണ്ടല്ലോ, അങ്ങനത്തെ സിറ്റിയിൽ പോയിട്ട് നമുക്ക് ആൾക്കാരെ നേരിട്ട് ഡൊണേറ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, എന്തായാലും നോക്കിയിട്ട് വിളിക്കേ. ഓക്കെ, ബൈ ഗ്രേസ്. ഹു ഈസ് ഫണ്ടിങ് സോഴ്സ്? അവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫണ്ടിങ് എവിടുന്ന? ഈ NGOന്റെ ഫണ്ടിങ് സോഴ്സ് ആരാന്ന് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും നെയിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ? ഇല്ല, നമ്മൾ പറഞ്ഞല്ലോ നമ്മളൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ നമ്മൾ വേൾഡ് വൈഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിൽ ഒരുപാട് പേര് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഒരുപാട് ഈ ചാരിറ്റി എല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. സോ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇതിനെ വേണ്ടിട്ട് ഇങ്ങനെ ഡോണറായിട്ട് ഇതായി. ഇപ്പം ഞാൻ ഇവരുമായിട്ട് അടുത്തൊരു പ്രൊജക്റ്റിൻ്റെ കാര്യം ഇപ്പം പറഞ്ഞല്ലോ. ഇപ്പം ക്രൗഡിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ സംസാരിച്ച് വേറൊരു ഇതിലേക്ക് ടൈപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം ഇതിൽ ഫണ്ടർ ആവാം. മനസ്സിലായി? ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഇതിലേക്ക് മനസ്സിലായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവാം. മനസ്സിലാവും? അങ്ങനെ ബ്രോ, സ്റ്റെം സെൽ കൊടുത്താൽ ഓരോ ടൈം പീരീഡിൽ കൊടുത്തോണ്ടിരിക്കണോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ പോകാൻ സമ്മതിക്കൂല എന്നാ പറയുന്നത്. ഒറ്റ തവണ കൊടുത്താൽ മതി. പിന്നെ ഇപ്പൊ എന്റെ സ്റ്റെം സെൽ മാച്ച് ആയിട്ട് പിന്നെ ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു തവണ കൊടുത്തു, എന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത് വേറൊരു പേഷ്യന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന്റെ ചാൻസ് ഭയങ്കര കുറവാണ്. Is this free for patients? Is this government? What about their funding? അതെ, പേഷ്യൻസിന് ഫ്രീ ആണ്. അത് പേഷ്യൻസിന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. Who is the founder of this organization? എടാ, ഇത് കുറേ ക്വസ്റ്റ്യൻസ് ആയി. എടാ, അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ കമ്മിങ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഗ്രേസിനോട് പോകല്ലേ എന്ന് കുറേ ആൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എന്ത് ചെയ്യാം, ഗ്രേസ് പ്രൊഫഷണലാണ്. ഗ്രേസിന് പോയിട്ട് കുറേ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലാവും? അത് നിങ്ങൾ ചിന്തിക്കണം. ഗ്രേസ് ഈസ് എ സൂപ്പർ ഹീറോ. അത് നിങ്ങൾ ചിന്തിക്കണം. ഗ്രേസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഗ്രേസ് മലയാളി തന്നെ ജാടാന്നെല്ലാം പറയുന്നത് ആ പെണ്ണില്. നോക്ക് ജാട ആവാന്ന ഞാൻ പറയുന്നത്. ഭയങ്കര സാമൂഹിക കെട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പെണ്ണിന് കെട്ടണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മനസ്സിലാവും? ഞാൻ കാര്യം പറയല്ലോ. ഭയങ്കര ഞാൻ പറയുന്നത് അവളൊരു സൂപ്പർ ഹീറോ. മനസ്സിലാവും? ഞാൻ പറയുന്ന ഓളൊരു ചന്ദ്രനല്ല മോനെ, ലോകയിലെ ചന്ദ്രനല്ല. ഗ്രേസ് ആണ്. ഗ്രേസ് ആണ്, ക്യൂട്ടും ആണ്, എന്നാ അതേ സമയം ഇതുമാണ്. ഫേക്ക് ഇതെന്താ ഫേക്ക് എന്ന് പറഞ്ഞ് സ്പാം ചെയ്യുന്നത്? ഗൈസ് സ്റ്റോപ്പ് ഗൈസ്. വാട്ട് ആന്ന് ഇത്രയും സമയം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവര് പോയി കഴിയുമ്പോഴേക്ക് ഇവര് അപരാധം തുടങ്ങി. ഇങ്ങനെ പറയല് ഫേക്കാന്ന് പറയുന്നത്. എന്താ ഫേക്കാന്ന് പറയുന്നത് മനസ്സിലായില്ല. പറ. ഗ്രേസിനെ കുറിച്ച് പറയണ്ട, ബാക്കി എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞോ. ഫേക്ക് എന്ത് ഫേക്ക്? ഗ്രേസ് ഫേക്ക് അല്ല. ഗ്രേസിന്റെ അല്ല, ഇവരെന്തോ പറയുന്നുണ്ട്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ഫേക്ക് ആവുന്നതാണ്. അവര് ഗവൺമെന്റ് അപ്രൂവ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ അതെങ്ങനെ ഫേക്ക് ആവും? ഗവൺമെന്റ് അപ്രൂവ്ഡ് തന്നെയല്ലേ പറഞ്ഞത്? ആ, ഇവര് വേറൊന്നും നമ്മുടെ ആഗ്രഹിക്കുന്നില്ല. 1 സെക്കൻഡ് ഡോക്ടർ സായി. സൗരഭ് ബ്രോ ഒറ്റ സെക്കൻഡ് ഒന്ന് വരോ. ഇവര് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ യെസ് എന്നല്ല പറഞ്ഞത്. അപ്പൊ അതിനൊരു പ്രൂഫ് ഉണ്ടാവുമല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓൺലൈൻ നോക്കിയാൽ കാണാൻ പറ്റും. DKMS എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഗൈസ് പ്ലീസ് സെർച്ച് DKMS ഒരു സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസും മൊത്തം
റിസർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി 100% ട്രസ്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ഡൊണേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഒരു ഇതല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ഒരു ഇതിനോ അല്ലെങ്കിൽ ഇതിനല്ലെങ്കിൽ ഇതിനൊരു ഇത് വേണ്ടടാ, ഇത് എന്ത് ബേസിൽ എന്ത് പ്രോഫിറ്റിലാണ് ഇത് ചെയ്യേണ്ടത്? ഇതിങ്ങനെ ചെയ്തിട്ട് ഇവർക്ക് എന്താ ഉപകാരം? ബ്ലഡ് ക്യാൻസർ ഉള്ള രോഗികൾക്ക് ഈ സ്റ്റെം സെല്ല് മാച്ചിങ് കൊടുത്തിട്ട് ഇവർക്ക് എന്താ ഉപകാരം? അങ്ങനെയല്ലല്ലോ, മനസ്സിലാവും. അത് ഫ്രീ ആയിട്ടാണ് ഈ സ്റ്റെം സെല്ല് കൊടുക്കുന്നത്, മനസ്സിലാവും. അപ്പോൾ ഇതിൽ ലാഭം എന്ന് പറഞ്ഞ സാധനമാണ് വരുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ഫേക്കാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഇത് ഞാൻ മറന്നുപോയി, എൻ്റെ ചാറ്റ് ഇങ്ങനെയാണെന്ന് ഞാൻ മറന്നുപോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവില്ലേ അല്ലേ? എന്തായാലും അതാണ് ഒരു പ്രശ്നം. എന്ത് പ്രശ്നം? ഓളൊരു കുട്ടുവാണ്. അല്ല അങ്ങനല്ല, ഒരു ക്യൂട്ടാന്ന് പറയാന്. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം. എന്തിന് കല്യാണം കഴിക്കാൻ? എത്ര കാലം ഇങ്ങനെ പ്രേമിച്ചാ പോരെ, എന്തിനാ കല്യാണം കഴിക്കുന്നേ? ആര്? പിന്നോ എടാ ഇത് ഇതെന്താന്ന് പിന്നെ ലൈവ് അല്ലാത്ത സമയത്ത് ഉള്ളോട് ചോദിക്കുകയാണെങ്കിൽ പേഴ്സണൽ എന്തൊരു മിനിറ്റ് എന്തിനു വെള്ളം കുടിക്കുന്നത്? നീ വെള്ളം കുടിക്കണ്ട, നീ എടുക്കുന്ന മതി. ആ പിന്നെ ശുക്കൂർ ഫേക്ക്, നീ ഫേക്കാന്ന് പറയുന്നത്. എടാ ലൈവ് നമ്മളെ കുട്ടുമല്ലേ? എന്ത് കുട്ടും മറിയാമ്മ ഷമീറ ഇപ്പഴല്ലോ. എടാ എന്തിനാ ഫോണ്? സൗണ്ട് കേട്ടോ അങ്ങോട്ട് പോകണ്ട. നാറി എന്തെങ്കിലും പോയി ചോദിക്കും, അടിയും കിട്ടും. അതല്ല എൻ്റെ ടെൻഷൻ. ഇവനെങ്ങനെ ഐഡി കിട്ടിയാലോ? പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് തട്ടിയെടുത്താ പോരെ. എടാ മമ്മ ഒന്ന് ലൈവ് ചെയ്തേ, എനിക്ക് ഭയങ്കര വയറുവേന. ഇതെന്താ വയറെന്താ പറ്റി? ഓ ഞാൻ കൊണ്ടുപോകാം. എന്ത് ഞാൻ കൊണ്ടുപോകുന്ന എവിടെ കൊണ്ടുപോകാൻ? കക്കൂസില് ഞാൻ പോയിക്കോളാം. ഞാനും വരാം. എടാ ഒന്ന് ലൈവ് ചെയ്തേ, ഒന്ന് ലൈവ് ചെയ്തേ. അപ്പൊ നീ അത് തൂറാൻ പോയിട്ടുണ്ട്. റൂം എടുത്തോളൂ, ഹോട്ടൽ റൂം എടുത്തോളൂ. ഇവര് ശരിക്കും എനിക്ക് മനസ്സിലായി, കുഴപ്പമില്ല. വയറുവേദന ഒരുത്തിന് ഫോൺ കൊടുത്തോണ്ട് പോകണം. അപ്പൊ എന്താണ് പരിപാടി മക്കളെ? എന്ത് സോറി കണ്ണടക്കടി കിട്ടി, അടി മൂക്കിനെ അടി കണ്ണടക്ക് കിട്ടി. വേറൊന്നും ചിന്തിക്കല്ലേട്ടാ. ഞാൻ ജസ്റ്റ് മനസ്സിലായി ലൈവിൽ എന്തെങ്കിലും എന്റർടൈൻമെന്റ് കാരണം ഇങ്ങനെയുള്ള സംസാരിക്കും. ഈ വെള്ളം കുടിക്കാനും പോണ്ട, ഒന്നും കുടിക്കാൻ പോണ്ട, ഇവിടെ തന്നെ എന്താ മതി. നമുക്ക് എല്ലായിടത്തും നീ അത് തന്നെ നീ ലൈവ് വേണം. ഓക്കെ, നിന്റെ ഡിപ്രഷൻ ഇതൊന്നുമില്ല. വേറെ ഹാർട്ട് ഫീലിങ്സ് ഒന്നുമില്ലല്ലോ. മറ്റേ ക്യാമ്പയിൻ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുണ്ടാവോ? നിങ്ങൾ തന്നെ ഈ ടീം തന്നെയാണോ? നോക്ക്, പ്ലാൻ ചെയ്തിട്ട് വിളിക്കും. മൈക്ക് ലീക്ക് സ്ക്രിപ്റ്റ് തന്ന മൈക്ക് എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ അവളോട് പറഞ്ഞു, ഞാൻ ജസ്റ്റ് ലൈവ് ഒന്ന് എന്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് സംസാരിച്ച് പേഴ്സണലെല്ലാം ചോദിച്ചത്, അല്ലാണ്ട് വേറൊന്നുമല്ല. കാരണം ഇങ്ങനെയുള്ളൊരു കാര്യം ഇപ്പം ആലോചിച്ച് നോക്കി, ഈ ക്യാൻസർ പേഷ്യൻസിന് ക്യൂർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ നമ്മളെ വ്യൂവേഴ്സ് തന്നെ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോവാം, മനസ്സിലാവും. അല്ലെങ്കിൽ വ്യൂവർഷിപ്പിൻ്റെ അവിടെ ഇതാകുന്നു, മനസ്സിലാവും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള സ്ഥലത്ത് തന്നെ ഇത് പറയണം. അപ്പോൾ അത്ര ബോറിംഗ് ആക്കണ്ട, ലൈവ് അത്ര ബോറിംഗ് ആക്കണ്ടെന്ന് ചോദിച്ചു. ഞാൻ ജസ്റ്റ് അവളോട് സംസാരിച്ചു, അത്രേ ഉള്ളൂ. നിന്നെ ഞാൻ കണ്ടടാ, നിന്നെ ഞാനവിടെ കണ്ടടാ, നീ ഒരു നാണം കെട്ടവനാടാ. ശരി.